ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് ബാറ്റ് നമ്മൾ ടാപ്പ് ചെയ്യും. ബാറ്റ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ബാറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ബാറ്റിൻ്റെ ഹാഫ് പാർട്ട്, ബാറ്റിൻ്റെ ലൈൻ്റെ ഒരു ഹാഫ് പാർട്ട് ഷൂവിനുള്ളിലും ഹാഫ് പാർട്ട് ഷൂവിൻ്റെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ ഈ ബാക്ക് ലെഗ്, നിങ്ങളുടെ ബാക്ക് ഫുട്ടിൻ്റെ ബാക്ക് സൈഡിൽ വേണം നിങ്ങൾ ടാപ്പ് ചെയ്യാനായിട്ട്. എന്തിനാണ് ഇത് ടാപ്പ് ചെയ്യണമെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്താണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എവേന്നായിരിക്കും ബാറ്റ് വരിക. സോ ഇങ്ങനെ എവേന്ന് വരുമ്പോൾ ബാറ്റിൻ്റെയും പാഡിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരികയും അതുവഴി നിങ്ങൾ വിക്കറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്റ് ഉള്ളിലാണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാഡിലേക്ക് തട്ടാനും, അത് മാത്രമല്ല നിങ്ങളുടെ ബാറ്റ് ലെഗ് സൈഡിലേക്ക് പോകാനുമുള്ള ചാൻസസ് ഉണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ ബാറ്റിംഗ് സ്റ്റാൻസിൽ പറഞ്ഞിരുന്നു ബാറ്റ് ഫസ്റ്റ് സ്ലിപ്പ് ഓർ സെക്കൻഡ് സ്ലിപ്പിലേക്കാണ് നിൽക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ബാറ്റിൻ്റെ ഹാഫ് പാർട്ട് ഷൂവിൻ്റെ ഉള്ളിലും ഹാഫ് പാർട്ട് ഷൂവിൻ്റെ പുറത്തേക്കുള്ള സൈഡിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് ലിഫ്റ്റ് വരുമ്പം നമ്മുടെ കറക്റ്റ് പൊസിഷനിലേക്കായിരിക്കും നമ്മൾ ഈ ലിഫ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ബാറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റ് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബാറ്റ് പല സൈഡിലേക്ക്, ഇപ്പോൾ ലെഗ് സൈഡിലേക്കൊക്കെ പോകാനായിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു റീസൺ ആണ്. പലരുടെയും ബാറ്റിംഗ് സ്റ്റാൻസിൽ ബാറ്റ് പിടിക്കുന്നത് ബോഡിയുടെ ഒരുപാട് ഹെവി ആകുന്നുണ്ട്. ടോപ്പ് ഹാൻഡ് ഹെവി ആയിട്ട് പോകും തോറും ബാറ്റ് ലെഗ് സൈഡിലേക്ക് പോകും. സോ നിങ്ങൾ ഷോട്ട് കളിക്കുമ്പോൾ ബാറ്റിനും പാഡിനും ഇടയിൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് എപ്പോഴും ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുമ്പോൾ പുറത്തേക്ക് ബാറ്റ് നിൽക്കാതെ എപ്പോഴും നിങ്ങളുടെ ടോപ്പ് ഹാൻഡ് ക്ലോസ് ടു ദി ബോഡി ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. ഷോട്ട് കളിക്കുമ്പോഴും നിങ്ങൾ ക്ലോസ് ടു ദി ബോഡി തന്നെ ബാറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഷോട്ട് കളിക്കുമ്പോൾ ഡൗൺ സ്വിങ്ങും നിങ്ങൾ ക്ലോസ് ടു ദി ബോഡി ആയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കുക. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു മെത്തേഡാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.